സരിത നായർ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. ഈ വാർത്ത കുറച്ച് നാളായിട്ട് നമ്മളൊക്കെ കേൾക്കുന്നുണ്ടല്ലേ. ഇനി ഈ വാർത്ത ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ല. ഫിലിം മേക്കർ ഷാജി കൈലാസ് സോളാർ കേസിൽ പ്രതിയായ സരിത നായറിന്റെ ലൈഫിനെ ചുറ്റിപ്പറ്റി സിനിമ എടുക്കാൻ പോകുന്നു. ആ സിനിമയിൽ സരിത നായർ അഭിനയിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് റൂമർ. ഈ വാർത്ത സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സിലൊക്കെ അങ്ങ് വൈറലായി കഴിഞ്ഞപ്പോൾ ഷാജി കൈലാസ് തന്നെ നേരിട്ട് പറഞ്ഞു, ഈ വാർത്ത വെറും കെട്ടുകഥയാണെന്നും ആരുടെയോ വൈൽഡ് ഇമാജിനേഷന്റെ ഫലമാണ് ഈ റൂമർ എന്നും. ഇത്തരമൊരു വാർത്ത ഉണ്ടാക്കിയത് ആരാണെങ്കിലും അതിൽ വളരെയേറെ ദുഃഖമുണ്ടെന്നും ഷാജി കൈലാസ് പറഞ്ഞു. കൂട്ടത്തിൽ തൻ്റെ അടുത്ത പടത്തെക്കുറിച്ചും പുള്ളി പറയാൻ മറന്നില്ല കേട്ടോ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ആണെന്നും അതിൽ ലീഡ് ആക്ടർ സുരേഷ് ഗോപി ആണെന്നും അദ്ദേഹം പറഞ്ഞു. രാജേഷ് ജയറാം എഴുതിയ ഈ കഥ ഒരു സ്ട്രെയിറ്റ് പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ഒരിക്കലും ഇതാരുടെയും ലൈഫ് സ്റ്റോറി പറയുന്നില്ല, മറിച്ച് ഒരു ട്രൂ ക്രൈം ത്രില്ലർ ആയിരിക്കും ഈ ഫിലിം എന്നും അദ്ദേഹം പറഞ്ഞു. ആസ് ഓഫ് നൗ കക്ഷി തൻ്റെ തമിഴ് പ്രോജക്റ്റായ വൈഗൈ എക്സ്പ്രസുമായിട്ട് ടോട്ടലി ബിസി ആയിരിക്കുകയാണ്. ഈ വൈഗൈ എക്സ്പ്രസ് ഏതാണെന്ന് മനസ്സിലായില്ലേ? മലയാളം മൂവിയായ നാദിയ കൊലപ്പെട്ട രാത്രിയുടെ റീമേക്കാണ് ഇത്. തൽക്കാലം സരിത നായരെ വെച്ച് ഷാജി കൈലാസ് സിനിമയൊന്നും ചെയ്യുന്നില്ല എന്ന കാര്യം ആരും മറക്കണ്ട കേട്ടോ.